ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, എത്ര തരം സെൻറ്റൻസസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. അതിൽ വാട്ട് ഈസ് എ സെൻറ്റൻസ്? സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റൻസ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് എനി ലാംഗ്വേജ് വിച്ച് എക്സ്പ്രസ്സസ് എ കംപ്ലീറ്റ് തോട്ട്. ഇറ്റ് മസ്റ്റ് ഹാവ് ഓൾ ദ വേർഡ് ആൻഡ് ദ പ്രോപ്പർ സീക്വൻസ് ടു കൺവേ ഇറ്റ്സ് മീനിങ്. അതായത് സെൻറ്റൻസ് പറയുന്നത് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കണം, പ്രോപ്പർ മീനിങ് കൺവേ ചെയ്യണം, കൺവേ ചെയ്യണം യൂസറിന് വേണ്ടിയിട്ട്, യൂസറിന്. അല്ലാതെ ഒരു കഷ്ണമുറി സെൻറ്റൻസ് ആവരുത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, അമിത് റോട്ട് എന്നുള്ള ഇത് ഒരു കഷ്ണമുറി സെൻറ്റൻസാണ്. അതിൽ യൂസറിന് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല, മീനിങ് മനസ്സിലാവുന്നില്ല. അമിത് റോട്ട്, അമിത് എന്തെഴുതി എവിടെ എഴുതി എന്നൊന്നും സെൻറ്റൻസിലില്ല. അമിത് റോട്ട് അവൻ എഴുതിയെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ യൂസറിന് കൺവേ മീനിങ് മനസ്സിലാവണം, പ്രോപ്പറായിട്ട് ഒരു കംപ്ലീറ്റ് ആയിരിക്കണം ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ബേസിക് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയുന്നത്, സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നൗ ലെറ്റ് us ലുക്ക് അറ്റ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. രാം വർക്കിംഗ് ഈസ് ഓഫീസ് ആൻഡ് ഇൻ എന്നൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ തെറ്റാണ് സെൻറ്റൻസ് തന്നത്. റാം വർക്കിംഗ് ഈസ് ഓഫീസ് ആൻഡ് ഇൻ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോപ്പർ സെൻറ്റൻസ് ആയിട്ട് എഴുതുക? രാം ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്, അങ്ങനെയാണ് എഴുതുക. സെക്കൻഡ് എക്സാമ്പിൾ, ഐ ഈറ്റ് ആപ്പിൾ ആൻഡ് ഐ എയ്റ്റ് ആൻ ആപ്പിൾ എന്നാണ് കറക്റ്റ് സെൻറ്റൻസ് വരിക. ഓക്കെ, ക്യാൻ വി കോൾ ദിസ് എ സെൻറ്റൻസ്? നോ, ബിക്കോസ് ദേ ഹാവ് നോ മീനിങ്. The words are not arranged in the proper order to convey its meaning. ആദ്യം തന്നത് അതിൻ്റെ മീനിങ് കൺവേ ചെയ്യുന്നില്ല, പ്രോപ്പർ സീക്വൻസ് ആയിട്ടല്ല തന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നത്? രാം ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്. സെക്കൻഡ് എക്സാമ്പിൾ, ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഓക്കെ, ഇതാണ് കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സെൻറ്റൻസ്? Sentence is a group of meaningful words put together to convey something. If you want to convey something that you want to go to the store, you can say, I am going to the store. എനിക്ക് സ്റ്റോറിൽ പോകേണ്ട ആവശ്യമുണ്ട്, സ്റ്റോറിൽ പോകണമെന്നുണ്ട്. The combination of words in the sentence should be in the proper order to convey the meaning. Every sentence begins with a capital letter. ഈ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലും എൻഡ് ചെയ്യുമ്പോൾ പഞ്ച്വേഷൻ മാർക്കിലും തുടങ്ങണം. അതായത് ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ് ഇതൊക്കെ എക്സ്ക്ലമേഷൻ മാർക്കും. സ്പെസിഫിക്കലി ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് ഓർ എൻ എക്സ്ക്ലമേഷൻ മാർക്ക്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ദ ക്ലൗൺ. CLOWN, ദ ക്ലൗൺ. അത് പ്രോപ്പറാണോ സെൻറ്റൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? സെൻറ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മീനിങ് മനസ്സിലായോ? ഇല്ല. നോ, ദിസ് ഈസ് നോട്ട് എ സെൻറ്റൻസ്. ഐ ഹാവ് എ പെറ്റ് പാരറ്റ്. അതൊരു സെൻറ്റൻസ് ആണോ? യെസ്, ഇറ്റ് ഈസ് എ സെൻറ്റൻസ്. എനിക്ക് ഒരു പെറ്റ് പാരറ്റ് ഉണ്ട്, തത്തയുണ്ട്, പെറ്റായിട്ട്. ആർ യു ഗോയിങ് ടു സ്വിം? അതൊരു സെൻറ്റൻസ് ആണോ? യെസ്, സെൻറ്റൻസ് ആണ്. അതിന് പ്രോപ്പർ പഞ്ച്വേഷൻ മാർക്കുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കാണ് അത് പഞ്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർ യു ഗോയിങ് ടു സ്വിം എന്നുള്ളത് ആ 6 ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ 6ൻ്റെ A. ഓക്കെ.